ഹല്ലേലൂയ. വിളിച്ചു പറയണം, യേശു ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ മഹത്വവും സകല ആരാധനയും എല്ലാ പുകഴ്ചയും യേശുവിന്. ഹല്ലേലൂയ. വിളിച്ചു പറയണം, എൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം എൻ്റെ കൂടെയെങ്കിൽ എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല, എനിക്ക് ഒന്നിനെക്കുറിച്ചും വിചാരമില്ല. ഹല്ലേലൂയ. യേശു എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്ന് തന്നെ വിളിച്ചു പറയണം. സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഇന്നൊരു വചനം ശ്രദ്ധിക്കുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 4 അധ്യായം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 4, അതിൻ്റെ വേഴ്സ് നമ്പർ 7 and 8. 1 യോഹന്നാൻ്റെ ലേഖനം 4 അധ്യായം 7, 8 വാക്യങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. Dear friends, let us continue to love one another, for love comes from God. Anyone who loves is a child of God and knows God. But anyone who does not love does not know God, for God is love. ദൈവവചനത്തിനകത്ത് യേശുവിനെ നന്നായി അറിഞ്ഞ് യോഹന്നാൻ പറയുക, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് സ്നേഹം വരുന്നു. ഇന്ന് വിളിച്ചു പറയണം, ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ദൈവത്തിൽ നിന്ന് സ്നേഹം മാത്രം വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് തിന്മ വരുന്നില്ല, ദൈവത്തിൽ നിന്ന് നാശം വരുന്നില്ല, ദ്രോഹം വരുന്നില്ല, ദാരിദ്ര്യം വരുന്നില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് സ്നേഹം വരുന്നു. ഹല്ലേലൂയ. വിളിച്ചു പറയണം, ദൈവം സ്നേഹമാണ്. എന്നെ സ്നേഹിക്കുന്ന നല്ല ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. വിളിച്ചു പറയണം, ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സ്നേഹിക്കാത്ത ആർക്കും ദൈവത്തിനെ അറിയത്തില്ല. അപ്പം ഒരുവൻ്റെ അകത്ത് സ്നേഹമുണ്ടോ, അവൻ്റെ അകത്ത് ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കോ ദൈവത്തിനെ നന്നായിട്ടറിയാം. അപ്പം ദൈവം ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ദൈവം നീതിമാനും ദൈവം സ്നേഹമുള്ളവനുമാ. ഹല്ലേലൂയ. ദൈവം പൂർണ്ണമായിട്ടും സ്നേഹമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഈ നല്ല സ്നേഹവാനായ ദൈവം വസിച്ചത് ക്രിസ്തുവിനകത്ത്. കൊളോസ്യരുടെ ലേഖനം 2 അധ്യായം അതിൻ്റെ 9 വാക്യം, കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 9 ഇങ്ങനെ പറയുന്നു: For in Christ lives all the fullness of God in a human body. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പൂർണ്ണത, ക്രിസ്തുവിനകത്ത് ദൈവത്തിൻ്റെ സകല പൂർണ്ണതയുമുണ്ട്. അപ്പം 1 യോഹന്നാൻ 4 അധ്യായം പറഞ്ഞു, ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. കൊളോസ്യരുടെ ലേഖനം 2 അധ്യായം 9 വാക്യം പറയുന്നു, ക്രിസ്തുവിനകത്ത് ദൈവം തികഞ്ഞു നിൽക്കുന്നു, ക്രിസ്തുവിനകത്ത് ദൈവത്തിൻ്റെ സകല പൂർണ്ണതയുമുണ്ട്. അപ്പം ക്രിസ്തു ദൈവമാണ്, ക്രിസ്തുവിനകത്ത് ദൈവത്തിൻ്റെ പൂർണ്ണതയുണ്ട്, ക്രിസ്തുവിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹവുമുണ്ട്. ഹല്ലേലൂയ. ഇനി നമുക്ക് 1 കൊരിന്ത്യരുടെ ലേഖനം 13 അധ്യായത്തിനകത്തേക്ക് വരാം. 13 അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ 4 വാക്യം തൊട്ട് നോക്കുമ്പോൾ അവിടെ പറയുന്നു, ലവ് ഇസ് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ്. ഇനി ഈ സ്നേഹം എന്നുള്ള ഭാഗത്തെല്ലാം നമ്മൾ ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്നൊന്ന് അവിടെ വെച്ചാൽ നമ്മളിങ്ങനെ വായിക്കും. അതിൻ്റെ 4 വാക്യം വേഴ്സ് നമ്പർ 4 ഇങ്ങനെ ഒന്ന് വായിക്കാം: ലവ് ഇസ് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ്, ലവ് ഇസ് നോട്ട് ജെലസ് ഓർ ബോസ്റ്റ്ഫുൾ ഓർ പ്രൗഡ്. അതൊന്ന് വായിക്കാം. 4 വാക്യം 1 കൊരിന്ത്യർ 13:4. സ്നേഹം, ലവ് ഇസ് പേഷ്യൻ്റ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. ഇനി ആ സ്നേഹം എന്നുള്ളത് നമുക്കൊന്ന് മാറ്റാം. അവിടെ യേശു എന്നൊന്ന് വായിക്കാം. യേശു ദീർഘമായി ക്ഷമിക്കുകയും യേശു ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം, ഇനി അവിടെ സ്നേഹം എന്നുള്ളത് യേശു സ്പർശിക്കുന്നില്ല. യേശു is not jealous, he is not boastful or proud. Hallelujah. യേശു
നിന്ദിക്കുന്നില്ല, യേശുവിന് അസൂയയില്ല, യേശു വമ്പ് പറയുന്നില്ല. 5-ാം വാക്യം, ഹീ ഈസ് നോട്ട് റൂഡ്, ഇറ്റ് ഡസ് നോട്ട് ഡിമാൻഡ് ഇറ്റ്സ് ഓൺ വേ. കണ്ടോ, അവിടെ ആ സ്നേഹം എന്നുള്ളിടത്തെല്ലാം യേശു അല്ലെങ്കിൽ ദൈവം എന്ന് നമ്മൾ പറയുമ്പം തിരുവചനം അവിടെ പറയുന്നു, ദൈവം ക്ഷമയുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവത്തിന് അസൂയയില്ല, ദൈവം വമ്പ് പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവം നീതിയുള്ളവനാണ്, ദൈവം ദേഷ്യപ്പെടുന്നില്ല, ദൈവത്തിന് സ്വന്തം വഴി വേണമെന്ന് വാശി പിടിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഇറിറ്റബിൾ. അപ്പോൾ അവിടെ സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇറിറ്റബിൾ, ഇറ്റ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് ബീയിങ് റോങ്ഡ്. ഹല്ലേലൂയ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്നേഹത്തിന് ദേഷ്യമുണ്ടാവുന്നില്ല. സ്നേഹം 4-5 വാക്യങ്ങളൊന്നും നമുക്ക് വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും അപ്പം സ്നേഹത്തിന് പകരം യേശു എന്ന് പറയാം. യേശു ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. യേശു അസൂയപ്പെടുന്നില്ല. യേശു നിഗളിക്കുന്നില്ല. യേശു അഹങ്കരിക്കുന്നില്ല. യേശു അഹങ്കരിക്കുന്നില്ല. യേശു അയോഗ്യമായി നടക്കുന്നില്ല. യേശു അയോഗ്യമായി നടക്കുന്നില്ല. യേശു സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഓ ഹല്ലേലൂയ. യേശു സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. യേശു ദേഷ്യപ്പെടുന്നില്ല. യേശു ദേഷ്യപ്പെടുന്നില്ല. യേശു വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. കണ്ടോ, യേശു വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. അതിൻ്റെ 6-7 വാക്യങ്ങൾ. സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. യേശു അനീതിയിൽ സന്തോഷിക്കുന്നില്ല, പക്ഷെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം ക്ഷമിക്കുന്നു. യേശു എല്ലാം ക്ഷമിക്കുന്നു. യേശു എല്ലാം വിശ്വസിക്കുന്നു. യേശു എല്ലാം വിശ്വസിക്കുന്നു. യേശു എല്ലാം പ്രത്യാശിക്കുന്നു. യേശു എല്ലാം പ്രത്യാശിക്കുന്നു. യേശു എല്ലാം സഹിക്കുന്നു. യേശു എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും അവസാനിക്കുകയില്ല. ആമേൻ. യേശുവിൻ്റെ ആ സ്നേഹം ഒരു നാളും അവസാനിക്കുന്നില്ല. കണ്ടോ, തിരുവചനം നമ്മളോട് പറഞ്ഞു ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഹല്ലേലൂയ, യേശു സ്നേഹമാണെന്ന്. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ സകല പൂർണ്ണതയും യേശുവിനകത്തുണ്ട്. ഹല്ലേലൂയ. യേശു തിരുവചനത്തിനകത്ത് നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഏകദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തിനകത്ത് ഉള്ളതെല്ലാം സ്നേഹമാണ്. സ്തോത്രം. അവൻ ദൈവത്തിൽ നിന്ന് സ്നേഹമല്ലാതെ ഒന്നും വരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനത്തെ സ്നേഹമാണ്? നമ്മളോട് ക്ഷമിക്കുന്ന സ്നേഹം, നമ്മളോട് പൊറുക്കുന്ന സ്നേഹം. തിരുവചനം 1 കൊരിന്ത്യർ 13 പറയുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. 13-ന്റെ 5-ാം വാക്യം പറയുന്നു, ഇറ്റ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് ബീയിങ് റോങ്ഡ്. കുറ്റം ചെയ്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ വേദനിച്ചതിനെക്കുറിച്ച് ഒരു കണക്കും വെക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്നോടും നിങ്ങളോടും കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു റെക്കോർഡ് വെച്ചിട്ട് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട്, എടി കുഞ്ഞെ, നീ 10 വർഷം മുമ്പ് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലേ, ആ തെറ്റിൻ്റെ ശിക്ഷ ഇന്ന് നീ അനുഭവിക്കുന്നേ എന്ന് പറയുന്ന കർത്താവല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് യേശു ക്ഷമിച്ചാൽ എന്നേക്കും ക്ഷമിച്ചതാ. അതിനെക്കുറിച്ച് ഒരു റെക്കോർഡും വെക്കാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. ഒരു ഡോക്യുമെൻ്റ് പോലും വെക്കത്തില്ല നമ്മളുടെ തെറ്റുകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും. ഹല്ലേലൂയ. ദൈവം വമ്പ് പറയുന്നില്ല. നമ്മളെ ഉയർത്തിയിട്ട് ദൈവം നമ്മുടെ പിന്നാലെ നടന്നിട്ട് പറയുന്നില്ല, നിന്നെ ഞാനാ വളർത്തിയത് കേട്ടോ, നീ മറന്നു പോകല്ല, നീ എനിക്കിത് ചെയ്യണം അത് ചെയ്യണം. മനുഷ്യരാണെങ്കിൽ അങ്ങനെ പറയും. പക്ഷേ എൻ്റെ കർത്താവോ ഹല്ലേലൂയ നമ്മളെ ഉയർത്തി. ഹല്ലേലൂയ. ക്രിസ്തുവായ തലയോളം നമ്മളെ ഉയർത്തി, ആകാശത്തോളം നമ്മളെ ഉയർത്തി, നമ്മളെ മാനിച്ച്, നമ്മളെ അനുഗ്രഹിച്ച്, നമ്മളെ ഒരു അനുഗ്രഹവും ജയവുമാക്കി വെച്ചിട്ട് ദൈവം നമ്മളെ നോക്കിയിട്ട് പറയും, ഇതെൻ്റെ കുഞ്ഞാന്ന് പറയും. ഹല്ലേലൂയ. നമ്മളുടെ പിന്നാലെ നടന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. നീ ഓർക്കണം കേട്ടോ, ഞാനാ നിന്നെ വളർത്തിയത്, നിനക്ക് എന്നോട് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ദൈവമല്ല. വമ്പ് പറയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. ദൈവം
പൂർണ്ണമായും സ്നേഹമാണ്. ഹല്ലിയ. സ്നേഹമുള്ളിടത്ത് സ്തോത്രം 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് നമ്മൾ മടങ്ങി വരുമ്പോൾ സ്തോത്രം നമ്മൾക്ക് 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥമായ സ്നേഹമാണ്. ഇറ്റ് ഈസ് റിയൽ ലവ്. നമ്മൾ പറയത്തില്ലേ റിയൽ ഗോൾഡ്, പ്യൂരിഫൈഡ് ഗോൾഡ് എന്ന് വെച്ചാൽ അത് ഉരച്ച് നോക്കിയാൽ അറിയാം മാറ്റമില്ലാത്ത സ്വർണ്ണമാണെന്നൊക്കെ. അല്ലെങ്കിൽ അത് 916 ഹോൾമാർക്ക് ഉള്ള പ്രിൻ്റ് ഉള്ള ഒരു ഇത് അന്നേരം നമുക്കറിയാം ഇത് ഒറിജിനൽ ഗോൾഡ് അല്ലെങ്കിൽ 22 ക്യാരറ്റ് ഗോൾഡ്. അതിൻ്റെ ആ മാർക്ക് നമ്മൾ കാണുമ്പം നമുക്കറിയാം ഇത് ജെനുവിൻ 22 ക്യാരറ്റ് ഗോൾഡാണ്, ഇതിനകത്ത് കളിപ്പീരില്ല. അപ്പോൾ നമുക്ക് 22 ക്യാരറ്റ് ഗോൾഡിൻ്റെ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം എന്നാൽ നമുക്ക് ഉറപ്പുണ്ട് ഇത് 22 ക്യാരറ്റ് ഗോൾഡ്. അതേപോലെ തന്നെ തിരുവചനോട് പറയുക ഇതാണ് യഥാർത്ഥ സ്നേഹം. എന്താണ് യഥാർത്ഥ സ്നേഹം? ഹല്ലിയ. ദൈവം നമ്മളോട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി സാക്രിഫൈസായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യാഗമായി കൊടുത്തു. നമ്മളുടെ പാപം നീങ്ങി മാറാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കയറാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ബലിയായി കൊടുത്തു. 1 യോഹന്നാൻ 4:10 ഇങ്ങനെ പറയുന്നു, ദിസ് ഇസ് റിയൽ ലവ്, നോട്ട് ദാറ്റ് വി ലവ്ഡ് ഗോഡ് ബട്ട് ദാറ്റ് ഹി ലവ്ഡ് us and sent his son as a sacrifice to take away our sins. Hallelujah. കൊള്ളുന്ന മനുഷ്യർക്ക് വേണ്ടി ആരുമൊന്നും ഈ ലോകത്ത് സാക്രിഫൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും വളരെ നല്ല വ്യക്തിയാണ്, നല്ല സ്വഭാവമുള്ളതാണ്, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കത്തില്ല. പക്ഷേ ദൈവമോ നമ്മൾ ഓരോരുത്തരും പാപികളും അനീതിയിൽ കിടന്നപ്പോഴും ഇരുട്ടിൽ കിടന്നപ്പോഴും കൊള്ളാത്തവരായിരുന്നപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം ഇത്രയധികമായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചിട്ട് അയക്കുക മാത്രമല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ഇന്നൊരു ദൈവവുമില്ല എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച ഒരു ദൈവം. ഇന്നൊരു ദൈവവുമില്ല ഈ ലോകത്തുള്ള പാപികൾക്ക് വേണ്ടി. യേശുവല്ലാതെ ഈ ലോകത്തെ പാപികൾക്ക് വേണ്ടി മരിച്ച് വേറൊരു ദൈവവുമില്ല യേശുവല്ലാതെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്യുന്ന ഒരാളെ വേണം ദൈവം എന്ന് വിളിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മളുടെ പാപം മാറാൻ വേണ്ടി, പാപത്തിന് പരിഹാരമായി തീരാൻ വേണ്ടി മരിച്ച ഒരാളെ വേണം നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ. ഹല്ലേലൂയ. നമ്മളുടെ പാപം ഏത് യാഗം കൊടുത്താലും, ഏത് അർച്ചന അർപ്പിച്ചാലും, ഏത് തിരി കൊളുത്തിയാലും, എന്ത് കാര്യങ്ങൾ കടം ചെയ്താലും ഹല്ലേലൂയ മാറാത്ത പാപത്തിനെ തൻ്റെ മരണത്താൽ മാറ്റിയവനാണ് ദൈവം. ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തു. സ്തോത്രം. തിരുവചനം പറയുന്നു ഹല്ലേലൂയ ദൈവം നമ്മളെ ഇത്രയധികം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. ഇന്ന് ഈ ലോകത്ത് ഹെബ്രായരുടെ ലേഖനം പറയുന്നു ഇന്ന് യേശു എന്ന പരമയാഗമല്ലാതെ വേറെ ഒരു യാഗവുമില്ല എൻ്റെയും നിങ്ങളുടെയും പാപം മാറിക്കിട്ടുവാൻ. ഇന്ന് പാപം മാറണോ? ഹല്ലേലൂയ. യേശു മാത്രമേ ഉള്ളൂ മറുപടി. യേശു മാത്രമേ ഉള്ളൂ പാപത്തിൻ്റെ പരിഹാരം. സ്തോത്രം. 10 രൂപ മാറ്റി വെച്ചത് കൊണ്ടോ, 1,00,000 രൂപ മാറ്റി വെച്ചത് കൊണ്ടോ, മുട്ട നീന്തിയത് കൊണ്ടോ, ഹല്ലേലൂയ എന്തെങ്കിലും തിന്നത് കൊണ്ടോ, ഒരു മല കയറിയത് കൊണ്ടോ ഒന്നും പാപം മാറത്തില്ല. 10 പ്രാർത്ഥന ജപിച്ചത് കൊണ്ടോ പാപം മാറത്തില്ല. സ്തോത്രം. യേശുവിൻ്റെ പുണ്യാക രക്തമാ എൻ്റെയും നിങ്ങളുടെയും പാപം മാറ്റിത്തരുന്നേ. ഇതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ സകല പാപത്തിനെയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മായിച്ചു കളയുന്നേ. ആ പാപത്തിനെക്കുറിച്ച് പിന്നെ ഒരു റെക്കോർഡുമില്ല. ആ പാപത്തിനെക്കുറിച്ച് പിന്നെ എങ്ങും ഒരു പേപ്പർ കഷ്ണം പോലും കിടപ്പില്ല. ഹല്ലേലൂയ. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറയുവാൻ വേണ്ടി പോലും ഒരു തെളിവുമില്ലാതെ ആക്കി തീർത്തതാണ് ദൈവത്തിൻ്റെ മഹാസ്നേഹം. ഇന്ന് വിളിച്ചു പറയണം ഇതാണ് ദൈവത്തിൻ്റെ മഹാസ്നേഹം. ദൈവത്തിൻ്റെ മഹാസ്നേഹം എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ. ഈ സ്നേഹത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു ഈ സ്നേഹം കണക്ക് വെക്കുന്നില്ല, ഈ സ്നേഹം വമ്പ് പറയുന്നില്ല, ഈ സ്നേഹം കുറ്റപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ സ്നേഹം നമ്മളെ കുറ്റക്കാര് ആക്കി തീർക്കുന്നില്ല. സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കണം, ഹല്ലേലൂയ, ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് വിശ്വസിക്കണം, ദൈവം എൻ്റെ എതിരെ കണക്ക് വെക്കുന്നില്ല. ഇതാണ് യഥാർത്ഥമായ ദൈവസ്നേഹം. ആര് തിരിഞ്ഞു പോയാലും ഒരിക്കലും തിരിഞ്ഞു പോകാത്ത സ്നേഹമാണ്. വിശ്വസിക്കണം, ദൈവം എന്നോട് തൻ്റെ സ്നേഹം കൊണ്ട് ഹല്ലേലൂയ എന്നോട് ദേഷ്യപ്പെടുന്നില്ല, എന്നോട് ഇഷ്ടക്കേട് കാണിക്കുന്നില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തലയ്ക്കകത്ത് കയറണം. ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇഷ്ടം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു ബന്ധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പം ഞാനും ദൈവവും ഒരു ബന്ധത്തിനകത്തായതുകൊണ്ടാണ് ദൈവത്തിന് തൻ്റെ സ്നേഹം എന്നോട് കാണിക്കാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കിക്കേ, എല്ലാ സ്നേഹവും ഒരു ബന്ധത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എങ്ങനെയാണ് വരുന്നത്? ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുന്നത്. ഒരു അപ്പൻ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, തിരിച്ചു കുഞ്ഞ് അമ്മയും അപ്പനെയും സ്നേഹിക്കുന്നു. എന്താ? മാതാപിതാക്കളും മക്കളും എന്നുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് അവർ തമ്മിൽ സ്നേഹമുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഒരു ടീച്ചർ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നു, ആ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു, അതിനെ സഹായിക്കുന്നു, അതിനെ എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യുന്നു. എന്താ? അവർ ടീച്ചറും സ്റ്റുഡൻറ്റും എന്നുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് സ്നേഹമുണ്ടാകുന്നത്. അതേപോലെ തന്നെ ദൈവവും ഞാനും തമ്മിലൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഈ ബന്ധത്തിൽ നിന്ന് ഉളവാകുന്നതാണ് സ്നേഹം. മറന്നു പോകല്ലേ, ദൈവത്തിന് എന്നോട് ബന്ധമുണ്ട്. ദൈവവും ഞാനും തമ്മിൽ ബന്ധം കൂടുന്നത്. ആരാണ് അതിന് ഉത്സാഹമെടുത്തത്? ഞാനല്ല ഉത്സാഹമെടുത്തത്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം എന്നോട് ബന്ധം കൂടാൻ വേണ്ടി ഉത്സാഹമെടുത്തിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ട്, ദൈവം വിശുദ്ധനായതുകൊണ്ട് എൻ്റെ അകത്ത് അശുദ്ധി കിടക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പുത്രനെ പറഞ്ഞയച്ച് യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എൻ്റെ അകത്തെ സകല അശുദ്ധിയും മാറിപ്പോയി കഴിഞ്ഞപ്പം വിശുദ്ധനായ ദൈവം വിശുദ്ധീകരിച്ച് എൻ്റെ കൂടെ ഒരു ബന്ധം ഉണ്ടാകാൻ സാധിച്ചു യേശു ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. അപ്പം വിശുദ്ധീകരിച്ച എൻ്റെ കൂടെ വിശുദ്ധനായ ദൈവത്തിന് യേശു ക്രിസ്തു പരിഹാരമായതുകൊണ്ട്, എൻ്റെ പാപം സകലതും യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു പരിഹാരമാക്കി തീർത്തതുകൊണ്ട്, യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ പാപമെല്ലാം മാറിപ്പോയപ്പോൾ ഞാൻ പാപമില്ലാത്ത വ്യക്തിയായി വിശുദ്ധനായ ദൈവം ഇനിയും വിശുദ്ധീകരിച്ച് എന്നുമായിട്ട് ബന്ധം കൂടാൻ സാധിച്ചു. കണ്ടോ? ദൈവവും മകനും എന്നുള്ള ബന്ധം ഞാനും ദൈവവും തമ്മിലായി. ഇതിനകത്തുനിന്ന് സ്നേഹമുളവായി. ഹല്ലേലൂയ. മറന്നു പോകല്ല്, ദൈവവും ഞാനും തമ്മിൽ ബന്ധമുണ്ട്, ഒരു സ്നേഹബന്ധമുണ്ട്. ഈ സ്നേഹബന്ധം ക്രിസ്തുവാണ് കൊണ്ടുവന്നത്. അപ്പം ദൈവം ക്രിസ്തുവിനെ ഞാൻ ഓർക്കുമ്പോൾ, യേശുവിനെ ഞാൻ ഓർക്കുമ്പോൾ തിരിച്ചറിയണം, യേശുവിനകത്ത് സ്നേഹമാണ്. യേശുവിനകത്ത് ശിക്ഷയില്ല, യേശുവിനകത്ത് ശിക്ഷയ്ക്ക് പരിഹാരമുണ്ട്. യേശുവിനകത്ത് സമാധാനമുണ്ട്, യേശുവിനകത്ത് വമ്പില്ല, കുറ്റപ്പെടുത്തലില്ല. യേശുവിന് ദീർഘക്ഷമയുള്ളത്. ഇന്നും ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഈ ലോകത്തിലെ പാപികൾക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ ഞൊടിച്ചിട്ട് ഈ ലോകത്തിനെ നശിപ്പിച്ച് കളയാതെ ഇരിക്കുന്നത്. സ്തോത്രം. ദൈവം ക്ഷമയോടെ നമ്മുടെ കുടുംബങ്ങൾക്കകത്തിരിക്കുന്ന, നമ്മുടെ അയൽവക്കത്തിരിക്കുന്ന സകലർക്കും വേണ്ടി ദൈവം ക്ഷമയോടെ കാത്തിരിക്കുക. അവരൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഈ രക്ഷയ്ക്കകത്തേക്ക് കയറുവാൻ. സ്തോത്രം. ദൈവത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതായിരിക്കണം. ദൈവം സ്നേഹനിധിയാണ്, ദൈവം സമാധാനം ഉള്ളവനാണ്, ദൈവം ക്ഷമയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:4-7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അവിടെ ദൈവമെന്ന് പറഞ്ഞോ യേശുവെന്ന് പറഞ്ഞോ ആ വാക്കുകളെ ഏറ്റെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ദിവ്യ സ്നേഹം നമ്മളിൽ വസിക്കുന്നത് എത്ര ഭാഗ്യമുണ്ട് നമുക്ക്. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറയണം. യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഈ വചനത്താൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം തിരിച്ചറിയുവാൻ കർത്താവ് വലിയ കൃപ തരട്ടെ. ജീവിതത്തിനകത്ത് എന്തെങ്കിലും വിഷയം നടന്നാൽ ഉടനെ വിളിച്ചു പറയല്ലേ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന്. വിളിച്ചു പറയണം, ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. ഈ വിഷയത്തിനെ തോപ്പിക്കാൻ
കഴിവും ശക്തിയുമുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമുള്ളത് കാരണം എന്നെ ഈ വിഷയത്തിനകത്തുനിന്ന് എന്നെ പൊക്കി ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്നെത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിനകത്തുനിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനെക്കുറിച്ച്, യേശുവിൻ്റെ മഹാസ്നേഹത്തിനെക്കുറിച്ച് ഞാൻ ഘോഷിക്കും. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം സകല നന്മയാൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം.